മാ ലാ യജൂസു മിൻ നിക്കാഹി റജുലി ഉമ്മ ഇംറഅതിഹി. ഭാര്യന്റെ ഉമ്മ മഹറമത്താണ്, കെട്ടാൻ പറ്റൂല ഭാര്യന്റെ ഉമ്മന എന്ന് ശക്തിയുക്തം തെളിയിക്കുന്ന ബാബു. ഭാര്യന്റെ ഉമ്മ അഖദ് തീരലുകൊണ്ട് കവിൽത്തു നിക്കാഹ പറയുമ്പോഴേക്ക് ഖിയാമത്ത് നാൾ വരെ ആ പെണ്ണ് എന്തായി? ഭാര്യന്റെ ഉമ്മ, ഭാര്യന്റെ ഉമ്മ, ഉമ്മാന്റെ ഉമ്മ, ഉപ്പാന്റെ ഉമ്മ എല്ലാം എന്തായി? ഉമ്മഹാത്തു നിസായിക്കും എന്നല്ല പറഞ്ഞത്. സംയോഗം ചെയ്ത ശേഷമല്ല, കവിൽത്തു നിക്കാഹ എന്ന് ഒരു സൗജ് പറയലോട് കൂടി എന്തായി? പിന്നീട് ഈ ഭാര്യ പുറന്തള്ളിയാലും ശരി, ആരെ കെട്ടിക്കൂടാ? ആ ഭാര്യന്റെ ഉമ്മാക്കുള്ള ഫോറാന്ന് കട്ടൊന്നും അറിയില്ല. ആ ശരിയായ മാരമത്തന്നെ, ശരിയായ ഇഷ്ടരാശി ശുഭത്തിന്റെ പത്തിയിലാണ് കടാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അബദ്ധത്തിൽ ഒരു പെണ്ണിനെ എന്താക്കിപ്പോയി, അവത്ത് ചെയ്ത്. എന്നാ ആ പെണ്ണിന്റെ ഉമ്മ കെട്ടൽ ഹറാമായി നിരപരാധിത്വം കൊണ്ട്. ഇത് തൊട്ടവന്ന് മുറിയുന്ന നോക്കാൻ പാടില്ല, മുത്തം കൊടുക്കാൻ പാടില്ല. ഇതല്ലല്ല, ഇതെന്ന് പറഞ്ഞാൽ പെണ്ണിനോടുള്ള ആദരവ് കൊണ്ട് കിട്ടിയ ഒരു കറാമത്തല്ലേ. ശുഭത്തിന്റെ അടുത്ത് ബന്ധുവാവൂല, കെട്ടൽ ഹറാമിയത്തെ വരൂ, മാരമത്തല്ല. തൊട്ടവന്ന് മുറിയില്ലാന്ന് തോന്നിപ്പോയി ചിലയാക്ക്. കെട്ടലാറാമ മാത്രം ആയതുകൊണ്ട് ബന്ധുവായി എന്ന് പറയാൻ പറ്റോ? ഭാര്യന്റെ ഉഖ്ത് കെട്ടലാറാമല്ലേ, കൊണ്ട് തൊട്ടവന്ന് മുറിയുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടാ? ചിന്തിക്ക്. ഖുർആനും സുന്നത്തും വെച്ചിട്ട് തെളിയിക്കണം പോലും. മുജ്തഹിദിന്റെ റോളാണ് ഇവിടെ വേണ്ടത് എന്നാ പറയുന്നത്. മാ ലാ യജൂസു മിൻ നിക്കാഹി റജുലി ഉമ്മ ഇംറഅതിഹി. എന്താ മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് അൻ യഹ്യ ഇബ്നു സഈദ് അന്നഹു ഖാല സുഇല സയ്യിദ് ഇബ്നു സാബിത്ത്. ഫിഖഹിന്റെ കോടീശ്വരനാണ് ആര്? സയ്യിദ് ഇബ്നു സാബിത്ത്. അൻ റജുലി തസവ്വജ ഇംറഅതൻ, ഒരു പെണ്ണിനെ എന്താക്കി? ثم فارقها قبل أن يصيبها. അവളുമായി ടച്ചാകുന്നതിന് മുമ്പ് പിരിയണ്ടിയും വന്ന് തല്ലി പിരിഞ്ഞു പോലും തലാക്ക് കൊടുത്തിട്ട്. എന്നാലും ഹൽ തഹില്ലു ലഹു ഉമ്മുഹാ, ഈ പെണ്ണിന്റെ ഉമ്മയോ ഖബിൽതു നിക്കാഹ എങ്ങനെയോ പൂർത്തിയായി കിട്ടിപ്പോയി. ഈ ഉമ്മാന്റെ അവസ്ഥ എന്താ? അമ്മായി ഉമ്മ. സയ്യിദ് ഇബ്നു സാബിത്ത് പറഞ്ഞില്ല, ഹലാലല്ല, ഹലാലല്ല. അല്ലുമ്മ മുബ്ഹമാ, ഉമ്മാന്റെ അടുത്ത് കൈദില്ല, ഉമ്മാക്ക് കൈദില്ല. ഖുർആനിൽ പറഞ്ഞ കൈദ് സംയോഗം ചെയ്തെങ്കിൽ എന്ന കൈദ് ആർക്ക് ബാധകമല്ല? ഉമ്മാക്കില്ല. അവസാനത്തെ ജുംലയിലാണ് ആ കൈദ് വേണ്ടൂ. ലാ കെട്ടൽ ഹലാലല്ല. അതെ, അല്ലുമ്മ മുബ്ഹമാ ഖാലിൻ അനിൽ ഖൈദി എന്നർത്ഥം. ഖാലിയത്തുൻ അനിൽ ഖൈദി, ദുഖൂല് കൊണ്ടുള്ള ഖൈദ് ആർക്ക് തട്ടിയില്ല. അപ്പൊ എന്താ? അഖദ് കൊണ്ട് തന്നെ ആയി. വഇന്നമ ശർതു ഫി റബായിബി, ഭാര്യന്റെ മകളുടെ കാര്യത്തിലാണ് സംയോഗം ചെയ്താൽ എന്ന കൈത്. റബീബത്തിന്റെ കാര്യത്തിൽ, വേറെ ഭർത്താവിലുണ്ടായ മോളെ കാര്യത്തിലാണ്. എന്ത്? ഭർത്താവ് ഈ ഭാര്യനെ കെട്ടിയില്ല, ഈ ഭാര്യക്ക് വേറെ ഭർത്താവിൽ ആരുണ്ട് പോലും? കുഞ്ഞിയുണ്ട്. ആ കുഞ്ഞിനെ കെട്ടാൻ പറ്റോ ഇല്ലേ എന്നാ ചോദ്യം. പറ്റൂല. സ്വന്തം മകളുടെ സീറ്റിലേക്ക് ഉയരും പോലും. എപ്പോ? അപ്പൊ മത്ത് കൊണ്ടുള്ള കൈത് എവിടെയേ ഉള്ളൂ? റബായിബിലേ ഉള്ളൂ. അപ്പൊ ഈ പെണ്ണിനെ തള്ളിയിട്ട് ആ റബീബത്തിനെ കെട്ടിക്കൂടെ? ഇത് തിരിച്ചറിയാതാകാൻ കാരണം എന്താണ്? ഈ അബദ്ധമൊക്കെ വന്നത് എങ്ങനെയാണ്? ഖുർആനിൽ വന്നത് നിസാ 23 വെച്ചതാണ്. നിസാ 23 തലക്കുന്നേ തുറന്നു വെക്ക്. ആടെയാണ് അടിമതറിപ്പോയതുപോലെ. സയ്യിദ് സാബിത്ത് വല്ലാത്ത പഠിച്ചിട്ട് അങ്ങെത്തിയതാണ്. ഒരു പറഞ്ഞതിലൊന്നുമില്ല.
ഇവിടെ അടിവതരാൻ ആളുണ്ട്. അത് കിട്ടണ്ടെങ്കിൽ നിസാ 23 എന്താ وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم. നിസാ 23 ഇതുണ്ടല്ല ഒരു ബയാൻ കൊടുത്തിട്ടുണ്ട്. മിൻ നിസായിക്കും അല്ലാത്തി ദഖൽതും ബിഹിന്ന. ഇതിന്റെ മുമ്പ് 2 എണ്ണവും കിടന്നിട്ടില്ലേ? അപ്പൊ പ്രഥമ ബുദ്ധി കൊണ്ട് എന്ത് ചിന്തിക്കും? ഇത് അങ്ങനെ പല വിജ്ഞാന പടുക്കളും പൊട്ടുപോയി. പക്ഷേ വളരെ സൂക്ഷ്മമായിട്ട് ഇത് അവസാനത്തെ ജുംലയിലൊക്കെ മടങ്ങുന്നുള്ളൂ എന്ന കാര്യം ആര് ശ്രദ്ധിച്ചു? അങ്ങനെ തിരിഞ്ഞില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നിസാ 23 അള്ളാഹ് കൈത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കൈത് കൊടുക്കാൻ നിൽക്കണ്ട. അള്ളാഹ് കൈത് കൊടുത്തെടുത്ത് വെച്ചാൽ മതി. കൈത് എന്താണ്? അന്നറജുലമിൻ ബനി ഫസാറ, ബനു ഫസാറയിൽപ്പെട്ട ഒരു പുരുഷൻ കഥ കേക്ക്. ആ നേരത്ത് തന്നെ ഉമ്മാനെ നോക്കുമ്പോഴേക്ക് ഈ കെട്ടിയ പെണ്ണിനേക്കാണ് ഡബിൾ സ്റ്റൈല്. അത് വലിപ്പവും കുറവ്, അത് ഈ ഇറച്ചിയും പൊത്തും ഈ പൊന്തക്കാടും ഒന്നുമില്ല. ഈ പെണ്ണിനേക്കാണ് എത്ര സ്റ്റൈല് പോലും. എന്നാ ഞാൻ ഉമ്മാനെ കെട്ടട്ടെയോ? ഇവള് പോട്ട്. ഇബ്നു മസ്ഊദ് ആദ്യം പറഞ്ഞ് വിട്ടുപിരി, എന്നിട്ട് ആരെ കെട്ടിക്കോ. എന്തുകൊണ്ട്? നീ സംയോഗം ചെയ്തു പോയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താക്കാം? സംയോഗം ചെയ്താലേ എന്തുള്ളൂ? ആരെ കെട്ടലി? എന്നിട്ടോ കെട്ടി, കുട്ടിയും ജനിച്ച്. പിന്നെ ഇബ്നു മസ്ഊദ് മദീനത്ത് പോയി. എത്രയോ ഉലമായിനോട് ബന്ധപ്പെട്ട് അന്നേരം പറഞ്ഞ് മസല നിങ്ങൾക്ക് അടിപതറിയിട്ടുണ്ട്, കെട്ടാൻ പാടില്ല. അങ്ങനെ കൂഫയിലേക്ക് മടങ്ങുമ്പോ ഓരോ പുരയിലേക്ക് ഇറങ്ങാണ്ട് നേരെ നോൺ സ്റ്റോപ്പ് ആക്കിയിട്ട് എടുത്തേക്ക് പോയി. നേരെ കെട്ടും പാണ്ടോ. ഞാൻ ദൂരത്തുനിന്ന് വരുന്നേന്ന്. അന്ന് ഫോണൊന്നും ഇല്ലല്ല. ഞാൻ പറഞ്ഞത് പേച്ചു പോയിന്, നിങ്ങള് കെട്ടൽ ഹറാമാണ്, പിരിയണം എന്ന് പറഞ്ഞാൽ സൗജത്താക്കി വെച്ചുകൂടാന്ന്. അല്ലേ എന്ത് പിരിയുന്നു? അമ്മായി തന്നെയല്ലേ? അബ്ദുൾ റസാഖിലുണ്ട് മുസന്നഫിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെയാണ് അല്ലാമ ഇബ്നു മസ്ഊദിന് തിരുത്തി കൊടുത്തത് പോലും മദീനത്തുനിന്ന്. അയ്യോ ഇബ്നു മസ്ഊദ് എന്നവരെ നിങ്ങൾ അങ്ങനെയാ പഠിച്ചത്? ഉടനെ പോയിട്ട് പറഞ്ഞു കൊടുക്ക്. ഫമൻ തസബ്ബജ ഇംറാഅതൻ ഹറമ അലൈഹി കുല്ലു മില്ലഹ മിൻ നസബിൻ ഔ റളായി ഖരീബ ബഈദ ബിമുജറദിൽ അഖദീന ഉമ്മഹാതു നിസായിക്കും വൽ മഅഖൂദു അലൈഹാ മിൻ നിസായി സവാഉൻ ദഖല ബിഹാ അം ലാ മസല. അതുകൊണ്ടാണ് വാസിലു സൗജത്തിൻ എന്ന് ഫത്വൽ മുഈനി വാർത്തിട്ടത് 351. സൗജത്തിന്റെ അസ്ലാമേ വേണ്ടു. മഹല്ലി 3243, തുഹ്ഫ 7302, നിഹായ 6274, മുഗ്നി 3177. സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. എന്ത്? അപ്പൊ ഈ തിരുത്തും കൂടെ പറഞ്ഞാല് ഉത്തര പൂർത്തിയായി. എന്താ മസല? മാലിക് ഇമാമ പറയുന്ന ഒരു സങ്കട വാർത്ത. അതായത് വലിയ ആളിൽ നിന്നും തെറ്റ് വന്ന ഉടനെ തിരുത്തണം, തിരുത്താതെ ഒളിച്ചു കളിച്ചോ രക്ഷപ്പെടൂല. എന്താ സംഭവം പറഞ്ഞോ? മാലിക് ഇമാം പറയും എന്താ? അന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞന്നെ. ഇബ്നു മസ്ഊദ് തങ്ങൾ ഉസ്തുഫ്തിയ നിരവധി ഉസ്താദന്മാർ തൊട്ട് റിവായത്ത് ചെയ്യുന്നു. എത്രയോ ആളുകളെ തൊട്ട് പറയുന്നു. എന്താണ്? ഇബ്നു മസ്ഊദ് തങ്ങൾ ഉസ്തുഫ്തിയ എപ്പോ? കൂഫയിലുണ്ടാകുന്ന നേരത്ത്. എന്താ ചോദിക്കപ്പെട്ടത്? ഉമ്മാനെ നിക്കാഹ് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? അന്നേരം അവർ പറഞ്ഞു കൊടുത്ത എന്താന്ന്? പെണ്ണിനെ സംയോഗം ചെയ്തെങ്കിൽ പറ്റൂല, അല്ലെങ്കിൽ പറ്റും. വായത അൽ ഇബ്നത്തി ഇദാലം തകുന്ന അൽ ഇബ്നത്തു മുസ്സത്ത്
ഫാർഹസ ഫീ ദാലിക കെട്ടുന്നതിന് ഒരു മുടക്കവുമില്ല എന്ന് ചൊല്ലി പറഞ്ഞു കൊടുത്തു. ആര്? ഇബ്നു മസ്ഊദ്. അല്ലാഹുവിന്റെ റബ്ബേ. ഉടനെ യാത്ര പോയി, പോകാണ്ട് പോയി. സുമ്മ അങ്ങനെ എന്നെ ഇബ്നു മസ്ഊദ് ഖദിമൽ മദീന, എവിടെ പോകാനുണ്ടായിരുന്നു? റസൂലുള്ളാഹി ദാലിക കണ്ടുമുട്ടിയത് ഉമർ ഇബ്നുൽ ഖത്താബിനെയാന്ന് പോലും. ഫഉഖ്ബിറ അന്നഹു ലൈസ കമാ ഖാല, മസലയിൽ അബദ്ധം തന്നെയാണ്. വഇന്നമ ശർതു ഫിർ റബായിബീൻ, ദുഖൂലിന്റെ ഷർത്ത് മുഴുവനും ആർക്കാണ്? അങ്ങനെ ഫറജ ഇബ്നു മസ്ഊദ് ഇലൽ കൂഫ, ഡയറക്റ്റ് കൂഫയിലേക്ക് പോയി. ആ സമയത്ത് വീട്ടിലൊന്ന് കയറി, ഒന്ന് മൂത്രമൊഴിച്ച്, ഒന്ന് കുളിച്ചിട്ടെല്ലാം പോയാൽ പോരെ, കട്ടലിടെ വെച്ചിട്ട്. ഫലം യസിലില മൻസിലിഹി, വണ്ടി സ്റ്റോപ്പിട്ടില്ല. അവിടെ ആർക്കാണോ ഇവർ ഫത്വ കൊടുത്തത് അവിടത്തേക്ക് പാഞ്ഞെത്തി. എന്റെ മസലയിൽ ഞാൻ പറഞ്ഞത് പിഴവാണ്, നിങ്ങൾ ദൗജത്താക്കി വെക്കണ്ട. ഫറക്കത്താകണമെന്നേ കണ്ടുകൂടാ പെട്ടുകൂടാ എന്നല്ല, പിന്നെ ഒരു സത്യസന്ധത കണ്ട. കാലമാലിക്കുൻ ഫിർറജിനി തക്കൂന് താഴ്ത്തഹു അൽമർഗ സുമയങ്കി ഉമ്മഹ, അരക്കെട്ടി. അങ്ങനെ സംയോഗവും ചെയ്ത്. എന്നാൽ പണ്ടേത്തെ ഭാര്യ ഉള്ളതും ഇല്ലാണ്ടായി, രണ്ടും പോയി. മാലിക് ഇമാമിന്റെ ഫത്വ നോക്കുന്ന ഒരു പെണ്ണിനെ ആദ്യം കെട്ടി, ഓളെ സംയോഗം ചെയ്തതോ ചെയ്യാത്ത കഥ ഒന്നും പറയണ്ട. അതിന്റെ ശേഷം ആരെയും കെട്ടി, എന്നിട്ട് ആരെ ചെയ്തു? ഉമ്മാനെ. എന്നാല് ഈ കാരണം കൊണ്ട് രണ്ടാളും പൊളിഞ്ഞു എന്നാ പറയും. എന്താ ഇപ്പൊ രണ്ടാളും ആറാമായി. എന്താ ഒന്നാമത്തെ കൊണ്ട് രണ്ടാമത്തെ ആറാം ഉമ്മയാന്ന്. ഉമ്മയായോ? രണ്ടാമത്തേന് 10 ചെയ്തൊരു മകളായില്ല, അത് പോയി. ആ ആയത്തിൽ പറഞ്ഞ രണ്ടുമായി. ഇതാക്കാനൊക്കെ അസാബൽ ഉമ്മ, ഉമ്മാനെ ചെയ്ത വകയിൽ. അതേ സമയത്ത് ഫൈലം യുസ്ബിൽ ഉമ്മ, ഉമ്മാനെ ചെയ്തില്ല എങ്കിൽ നേരത്തെ മകൾ അങ്ങനെ നിൽക്കാമായിരുന്നു. ഇത് വേണ്ടതേ ഉള്ളൂ അല്ലേ? പിന്നെ അവിടെ ജംഅ് എന്ന് പറഞ്ഞതും ഉണ്ടല്ലോ, ഉമ്മാനെയും മകളെയും ഒരുമിച്ച് കൂട്ടൽ, അതും നിഷിദ്ധം തന്നെയല്ലേ? അങ്ങനെയും ഉണ്ടല്ലോ അവർക്ക്. മഫാറക്കല്ലുമ്മ കാലമാലിക്കുൻ, ഇമാം മാലിക് തങ്ങൾ പറയുന്നു ഫിർറജിലി, കേട്ടോ, യതസബ്ബജുൽ മർഗത്ത പറഞ്ഞോ, സുമ്മയങ്കി ഉമ്മഹ ഫൈസീബുഹ അന്നഹാ ലാ തഹില്ലു ലഹു ഉമ്മുഹാ അബദാ. ആദ്യത്തെ പെണ്ണിനെ കെട്ടുമ്പം തന്നെ ഉമ്മ എന്തായി മാറിയിട്ടുണ്ട്? പറ്റൂല. വലാ തഹില്ലു ലിബ്നിഹി വലാ ലിഅബി, എന്ന് മാത്രല്ല ഇവന്റെ മോനിക്കും പറ്റൂല, ഉപ്പാക്കും പറ്റൂല. എന്തേ? ഉപ്പ കെട്ടിയത് മോനിക്ക് പറ്റോ? ഇല്ല. പിന്നെ മോൻ കെട്ടിയത് ഉപ്പാക്ക് പറ്റോ? വലാ തഹില്ലു ലഹു ഇബ്നത്തുഹാ, ഇവനെ ഹലാലല്ല ഇബ്നത്ത്. എന്തുകൊണ്ട്? സംയോഗം ചെയ്തില്ലേ? മാലിക്കും ജിന ചെയ്താലോ, ജിനയാണ് ചെയ്തെങ്കിൽ ഈ വിധത്തിലുള്ള ഒരു വിവാഹ ബന്ധവും ഇവിടെ കണക്കാക്കൂല. ജിന നമ്മൾ എണ്ണീറ്റേ ഇല്ല എന്നാണ്. എന്തേ? ജിന ആറാമല്ല എന്നല്ല പറഞ്ഞത്, ജിനയിലുണ്ടായ കാര്യമാണെങ്കിൽ ഇവിടെ നമ്മൾ ഹലാലായ ഇതിൽ കൂടിയാണ് ഈ പറഞ്ഞതൊക്കെ. എന്നല്ലാഹു തആല ഖാല ഉമ്മഹാതു നിസായിക്കും ഫഇന്നമാ ഹറമ മാ കാന തസ്വീജൻ, ഒറിജിനൽ തസ്വീജ് ആണെങ്കിൽ മാത്രം. വലം യദ്കുർ തഹരീമ സിന ഫകുല്ലു തസ്വീജിൻ, എല്ലാ വിവാഹവും കാന അലാ വജ്ഹിൽ ഹലാലി, ഹലാലാണെന്ന് ധരിച്ചുകൊണ്ട്. ഇത് ശുഭത്തിന്റെ വത്തുക. ശുഭത്തിന്റെ വത്തിന് സാധാരണ നിക്കാഹിന്റെ വിധിയുണ്ട്. കാന അലാ വജ്ഹിൽ ഹലാലി, നഫ്സുൽ അംറിൽ ഹലാൽ അല്ലെങ്കിലും ശരി, ഹലാലാണെന്ന് ധരിച്ചുകൊണ്ട്. കുല്ലു വത്തിൻ ഹറാം കാന ബിനിക്കാഹിൻ സുബ്ഹ ഔ ജഹാല ഫൽ ഹദ്ദു ഫീഹി സാഖിത് വൽ വലദു ഫീഹി ലാഹിഖുൻ.
അബദ്ധത്തിൽ ഈ അല്ലെങ്കിൽ ജഹാലത്ത് കൊണ്ട് പറ്റിപ്പോയി എന്നാ ഹദ് സാക്കിത്തായി കുട്ടി ഇവനിലേക്ക് ചേരും. ഒമാക്കാനെ തഹമ്മദ് കൈരി വജി ശുഭ നിക്കാഹും ശുഭത്തല്ലാതെ തഹമ്മദായത് നിക്കാഹ് വലാ മിൽക്ക ഫല്ലദ് ഫീ വാക്കിയും അവിടെ എന്താവും വൽവലത് സാക്കിത്തു. ഇപ്പോൾ കാനാല വജിയിൽ ഹലാലി എന്ന് പറഞ്ഞത് ജിനാന്നല്ല ഹലാലാണെന്ന ഭാവനയിൽ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയി. യുസീബു സാഹിബു ഇമ്രാത്തഹു ഫഹുവ ബിമൻസിലത്തി തസ്വീജിൽ ഹലാൽ. എന്താണ് കെട്ടൽ ആറാമാക്കുന്ന വിഷയത്തിൽ പെടുത്തിന്ന് പറഞ്ഞാൽ കെട്ടല പറ്റൂല വിധി വരും. ആ ഫാദല്ലദീ ഈ സമയത്തു ഇങ്ങനെയാണ് ഞാൻ കേട്ടത്. വല്ലതീ അലിയാമുന്നാസിന്ദന അങ്ങനെ തന്നെയല്ലേ മാലിക്കി മധുവിൽ മെത്തമതും. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടാ? നിരപരാധികളെ പിടിച്ച് ശിക്ഷിക്കോ, കുട്ടി ഇവൻ്റേതാക്കുകയും ചെയ്യും. ഇവൻ തന്നെയല്ലേ കെട്ടിക്കാൻ നേതൃത്വം വഹിക്കേണ്ടത്.